പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ നിർമ്മിച്ച പ്രത്യേക ചാപ്പൽ കൂദാശ ചെയ്തു. ഒഹായോയിലെ പാർമയിൽ വ്യോമിംഗ് കാത്തലിക് കോളേജിലാണ് ചാപ്പൽ ഒരുക്കിയിരിക്കുന്നത്. ബൈസന്റൈൻ കാത്തലിക് എപ്പാർക്കിയിലെ ബിഷപ്പ് റോബർട്ട് പിപ്റ്റ ചാപ്പലിൻ്റെ കൂദാശ നിർവഹിച്ചു. ലെബനനിൽ താമസിക്കുന്ന സിറിയൻ മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക സിസ്റ്റർ സൗരയ വരച്ച പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഐക്കണും ചാപ്പലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. യേശു സംസാരിച്ച ഭാഷയായ അരാമിക് ഭാഷയിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ അമ്മ എന്നീ ചിത്രത്തോടൊപ്പം ആലേഖനം ചെയ്തിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി പരിശുദ്ധ അമ്മ തൻ്റെ മാതൃപരിചരണം തുടരുന്നുവെന്ന് ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നതായി ബിഷപ്പ് പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പ്രാർത്ഥന അവസാന ആശ്രയമല്ല, മറിച്ച് ആദ്യത്തെ ആശ്രയമാണെന്നും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ ആദ്യം ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണെന്നും ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നസ്രായൻ എന്ന ചാരിറ്റി സംഘടനയിലെ ഫാദർ റോബർട്ട് കിലി പറഞ്ഞു. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി വേണ്ടത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്ത് 317 ദശലക്ഷം ക്രിസ്ത്യാനികൾ പീഡനവും വിവേചനവും നേരിടുന്നതായാണ് ഓപ്പൺ ഡോർസിൻ്റെ കണക്ക്. ലോകമെമ്പാടുമുള്ള 7 ക്രിസ്ത്യാനികളിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആഫ്രിക്കയിൽ അത് 5-ൽ ഒരാളും ഏഷ്യയിൽ 5-ൽ 2-ഉമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി പ്രാർത്ഥിക്കാൻ 2017 ആദ്യത്തെ ചാപ്പൽ ന്യൂയോർക്ക് സിറ്റിയിലെ സെൻറ്റ് മൈക്കിൾ ഇടവകയിൽ കൂദാശ ചെയ്തത്. ഇത്തരത്തിലുള്ള ലോകത്തിലെ 5ാമത്തെ ചാപ്പലാണ് ഇപ്പോൾ കൂദാശ ചെയ്തിരിക്കുന്നത്. 6ാമത്തെ ചാപ്പൽ വാഷിംഗ്ടണിലെ സ്പോക്കനിൽ അടുത്ത വർഷം കൂദാശ ചെയ്യും. പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് ശ്രദ്ധാലുക്കളാണെന്ന് ഉറപ്പു നൽകാനാണ് ഇത്തരം ചാപ്പലുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ക്രിസ്ത്യാനികളുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാനും സഹായങ്ങൾ നൽകാനും ചാപ്പലുകൾ പ്രേരണ നൽകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.